ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരേ സമയം നമുക്ക് ബ്രോച്ചായിട്ടും അതേപോലെ ഹെയർ ക്ലിപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ എല്ലാ ഡ്രസ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബ്രോച്ചാണിത്. നമുക്കൊരു പിൻ വെച്ചിട്ട് കുത്തി കൊടുക്കാവുന്നതാണിത്. ഹെയർ ക്ലിപ്പായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഞാനൊരു ട്രാൻസ്പെറൻറ്റ് റിബൺ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിബൺ എടുക്കാം. അപ്പോൾ 2.5 × 8 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. അതേപോലെ ചെറിയ പീസും ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് നീളം കുറച്ചെടുക്കുക, അതായത് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു 3 പീസും കൂടെ എടുക്കുക. പിന്നെ നമുക്ക് ഇതേപോലത്തെ ബീഡ്സ് നടുക്ക് വയ്ക്കാൻ ബീഡ്സോ എന്ത് ആക്സസറീസും ഉപയോഗിക്കാം. പിന്നെ ഒരു ലീഫിന് വേണ്ടിയിട്ട് ചെറിയ ഒരു ഗ്രീൻ റിബൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ്, അതായത് 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലേസും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ചെറിയ പീസ്, അതായത് 6 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ആ ചെറിയ 3 പീസ് ഞാൻ ഒന്നിച്ചെടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സൈഡ് മാത്രം ചെറിയ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ പീസസും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിന് ഇതുപോലെ ഒന്ന് ചുരുക്കിയെടുക്കുക. അത് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ലൈറ്റർ കാണിച്ചാൽ അതിങ്ങനെ ചുരുങ്ങി ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ലൈറ്റർ വെച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഷേപ്പിംഗ് ആണ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പീസസും ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പെറ്റൽസ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു സൂചിയും നൂലും എടുത്തിട്ട് ഇതേപോലെ, അതായത് എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യേണ്ടത്. റണ്ണിങ് സ്റ്റിച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത്. തിരിഞ്ഞു പോയാൽ പെറ്റലിൻ്റെ ഷേപ്പ് മാറിപ്പോകും, അതായത് വളഞ്ഞ് അകത്തോട്ടിരിക്കുന്നത് പുറത്തേക്കായി പോകും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ പെറ്റൽസും, അതായത് ചെറിയ പെറ്റൽ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം 3 എണ്ണം. പിന്നെ ബാക്കി എല്ലാ 10 പീസസും കൂടെ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വലിച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വെക്കുക. അപ്പോൾ ഏറ്റവും ഫസ്റ്റിലുള്ള 3 പെറ്റൽസ് കുറച്ച് ചുരുക്കി വെക്കുന്നത്, കൂടുതൽ ചുരുക്കുന്നത് നല്ലതായിരിക്കും. ബാക്കിയുള്ളതൊക്കെ കുറച്ച് നീളത്തിൽ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് ചുറ്റി ഒരു ഫ്ലവർ ഷേപ്പ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സാറ്റിൻ റിബൺ കൊണ്ടുള്ള അതും ഇതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേൺ. അപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻറ്റ് റിബൺ ആണെന്ന് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ആ സെൻറ്ററിൽ നമ്മുടെ ആ വിരലൊന്ന് അമർത്തി പിടിച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. ചുറ്റും നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത അങ്ങനെ തന്നെ നല്ല ഭംഗിയായിട്ട് ഒട്ടിക്കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് 2 മെത്തേഡും ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ പീസസും ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ലാസ്റ്റിൽ വരുന്ന ആ വലിയ പീസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒത്തിരി ചുരുക്കി എടുക്കരുത്, അത് നീളത്തിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഓരോ പെറ്റലും റൗണ്ട് ഷേപ്പിൽ തന്നെ ഇരിക്കുന്ന രീതിയിൽ വേണം. നമുക്ക് വിരൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം, പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ വിട്ടു വരുന്ന ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അല്ല അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെറ്റൽസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത്, അതായത് നമ്മൾ ലൈറ്റർ വെച്ച് ഒന്ന് ഒരുക്കിയെടുക്കുന്ന ആ ഒരു ടൈമിംഗ് മാത്രമേ നമുക്ക് കൂടുതലായിട്ട് വരുന്നുള്ളൂ. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സെൻറ്റർ പീസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന, അതായത് ബാക്ക് സൈഡിൽ കാണുന്ന പീസസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ വേറൊരു കളറിൽ ട്രാൻസ്പെറൻറ്റ് റിബൺ എടുത്തിട്ടുണ്ട്. അതും ഓൾമോസ്റ്റ് മാച്ചിങ് കളറാണ്. ഒരു ലൈറ്റ് ബ്രൗൺ പോലെ ഇരിക്കും, അധിക വ്യത്യാസമൊന്നും മനസ്സിലാവത്തില്ല. ഇനി അതിൻ്റെ താഴെ മാത്രം, അതായത് ബോട്ടം സൈഡിൽ കൂടി മാത്രം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത്, ഒത്തിരി സ്പേസ് ഒന്നും വിട്ടെടുക്കരുത്. ആ ലൈനിൻ്റെ അതേ സൈഡിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതൊരു റൗണ്ട് ഷേപ്പിലേക്ക് നമ്മൾ വലിച്ച് അതും ഇതുപോലെ ഒരു ഫ്ലവർ ഷേപ്പിലേക്ക് വരും. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ സെക്കൻഡ് ഒരു പീസും റെഡി ആയി കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ച് അതിനുശേഷം ഒന്ന് ചുരുക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇത് കിട്ടും. ജസ്റ്റ് നമ്മുടെ ആ ഫ്ലവറിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. എത്ര നീളം വേണമെന്നുള്ളത് നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 15 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കുക. കൂടുതൽ ചുരുക്ക് വേണമെങ്കിൽ 15 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ലേസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സിൽ നിന്നൊക്കെ എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ലേസ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതും ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബോട്ടം സൈഡിൽ കൂടി നമ്മൾ ഇതേപോലെ ചുരുക്കി ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് എടുത്തതിന് ശേഷം ഒന്ന് ചുരുക്കി വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഏറ്റവും ബാക്കിൽ വരുന്ന ഒരു ബേസ് ആയിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആ ഫ്ലവറിൻ്റെ ഓക്കെ, പിന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കുവാണ്. അതിൻ്റെ സൈസൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു 2 പീസ് ലീവ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 സെൻറ്റിമീറ്ററിലുള്ള 2.5 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു ക്രീം കളർ റിബൺ എടുത്തിട്ടുണ്ട്. സാറ്റിൻ റിബൺ ആണ്. ഇനി ഇത് ഇതേപോലെ ഒരു തവണ മടക്കിയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്ത പോർഷൻ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുത്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് 2 എണ്ണം അതേപോലെ ഉണ്ടാക്കാം. ഇനി ഞാൻ ഇതേപോലെ ചെറിയൊരു, അതായത് 1.2 സെൻറ്റിമീറ്ററിൻ്റെ ചെറിയൊരു റിബണാണ് ഗ്രീൻ കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. അത് 3 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്തിട്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതേപോലെ ഒന്ന് ഒരുക്കിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു 4 പീസസ് ഇതേപോലെ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പീസസും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ സെൻട്രൽ പോർഷനിലേക്ക് നമ്മുടെ ബീഡ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ നമുക്കൊരു പിന്നും കൂടെ കുത്തേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിനകത്ത് കാണിക്കുന്നില്ല പിന്നൊട്ടിക്കുന്നത്. കാരണം ക്ലിപ്പാണെങ്കിലും പിന്നാണെങ്കിലും ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ രണ്ടാമത്തെ പീസിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ മൊത്തം കവർ ചെയ്യരുത്, ഒരു കുറച്ച് ലേസ് പുറത്തേക്ക് നിൽക്കണം. അപ്പോൾ ഞാൻ ട്രാൻസ്പെറൻറ്റ് എടുത്തതിൻ്റെ കാരണം അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലുള്ള എല്ലാ പീസസിൻ്റെ ഭംഗി നന്നായിട്ട് കിട്ടുന്നത് കൊണ്ടാണ്. ഇനി നമ്മുടെ ഫ്ലവർ നടുക്ക് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ബാക്ക് സൈഡിൽ ഇതേപോലെ നമുക്ക് ഒട്ടിയിരിക്കണം നന്നായിട്ട്. അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി ഞാൻ ഇതേപോലത്തെ സ്റ്റിക്കിംഗ് ആയിട്ടുള്ള ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ പഴയ മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും സാരമില്ല, അല്ലെങ്കിൽ എന്ത് ആക്സസറീസും നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സെൻറ്ററിൽ ഞാനൊരു 3 ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബീഡ്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഹോട്ട് ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തയ്ച്ചു വെച്ചാലും മതി. അപ്പോൾ അതിനുശേഷം മുത്തുകളൊക്കെ ആണെങ്കിൽ തയ്ച്ചു വയ്ക്കാം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതേപോലെ 4 ലീവ്സ് ഞാൻ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു നമ്മുടെ ലൈറ്റ് കളറിലുള്ള ഒരു 2 ലീവ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ നടുക്കേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് നമുക്കിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു ഫെൽറ്റ് ക്ലോത്ത്, ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടത്, ചെറിയൊരു ഫെൽറ്റ് ക്ലോത്ത് കട്ട് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡി ആയിട്ടുള്ള 2 ബ്രോച്ചസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതുമയുള്ള പുതിയ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.